Hello guys, welcome back to my YouTube channel. Welcome to yet another video. കുറച്ച് ദിവസങ്ങളായി I know യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് ആൻഡ് യെസ് our യൂട്യൂബ് ഫാമിലി become 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് 1100 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ അവർ ഫാമിലി ഈസ് ഗ്രോയിങ്. ഓക്കെ, ഐ എം ഹാപ്പി. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ കൂടുതലും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഗേൾസാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് മനസ്സിലായി. ബോയ്സും ഉണ്ട്. സോ ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ, ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ എല്ലാവർക്കും, ഗേൾസിനും ബോയ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇത് എനിക്കും ഹെൽപ്ഫുൾ ആവണം. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പണ്ടത്തെ എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരുന്നു. എൻ്റെ സ്കിൻ മറ്റേ വെളുത്തിട്ട് പറഞ്ഞ സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരുന്നു. ഇപ്പം എൻ്റെ സ്കിന്നിൽ ഇതുണ്ടാവും പിമ്പിൾസ് ഒക്കെ വന്ന് ടാനൊക്കെ. എൻ്റെ സ്കിന്നിലൊന്നും ടാൻ ഇതുവരെ ഒന്നും ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. പക്ഷേ എൻ്റെ സ്കിന്നിൽ ടാൻ, അപ്പം നിങ്ങൾ ഇതൊക്കെയാണോ ടാൻ? ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, പക്ഷെ എൻ്റെ സ്കിന്നിന് ടാൻ അടിച്ചിട്ടുണ്ട്. യെസ്. പിന്നെ പഴയ ഗ്ലോ ഒന്നും ഇല്ല, എന്തൊക്കെയോ പറ്റി. ഇപ്പം ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് സ്കിൻ കെയറും ചെയ്യാറില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾക്കൊരു സ്കിൻ കെയർ ചെയ്യാം. ഓക്കെ, സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചെയ്യാം. നിങ്ങളിപ്പോൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ വീഡിയോ കാണണമെങ്കിൽ വീട്ടിലായിരിക്കുമല്ലോ, അടുക്കളയിൽ പോവുക, ഞാൻ പറയുന്ന സാധനങ്ങൾ എടുക്കുക, അപ്പം തന്നെ ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഒരുമിച്ച് റിസൾട്ട് നോക്കാം. ഇത് വർക്ക് ആവോ ഇല്ല എന്നുള്ള റിസൾട്ട്സ് നമുക്ക് നോക്കാം. നമ്മൾ ഡെയിലി ഇപ്പോൾ പാർലറിൽ പോയൊരു ഫേഷ്യലൊന്നും ചെയ്യണം എന്നില്ല. നമ്മൾ ഫേസ് ബ്രൈറ്റ് ആവാൻ അല്ലെങ്കിൽ ഫേസിനൊരു ഗ്ലോ കിട്ടാൻ നമ്മൾ സാധാ വീട്ടിലിരുന്ന് നമ്മളെ സാധാ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. കാരണം ഇപ്പം ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ട ആൾക്കാർ ഹൂ ഹാസ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ട്രൈ ചെയ്താൽ മതി. കാരണം ചിലവർക്കൊക്കെ ഫേസിൽ എന്ത് ചെയ്താലും ഓക്കെ ആയിട്ടുള്ളവരുണ്ട്. എൻ്റെ ഫേസിലൊക്കെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുരു ഇതൊക്കെ വരും. എനിക്കങ്ങനെ ആപ്പൂപ്പ പരിപാടിയൊന്നും പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ ഭയങ്കര സേഫ് എൻവയോൺമെൻറ്റിൽ സേഫ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവർ സ്കിൻ കെയർ ടുഡേയ്സ് റൊട്ടീൻ. അപ്പോൾ നമ്മളിന്ന് നമ്മൾ സ്കിന്നിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കും. ഓക്കെ, അപ്പോൾ യെസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അവർ എന്താ പറയുക, സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്. ഓക്കെ, ക്ലെൻസ് ചെയ്യാം. ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. നിങ്ങൾക്ക് പാലെടുക്കാം. പാലുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വേറൊരു സാധനത്തിന് ഉപയോഗിച്ചു. എൻ്റെ അഹങ്കാരം കാരണം ഞാനത് ഓർത്തില്ല. അപ്പം ഓഫ് കോഴ്സ് പാല് പോയി. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മുടിയൊക്കെ നല്ലോണം കെട്ടി വെക്കുക. ഇതുപോലെ ഒതുക്കി കെട്ടി വെക്കുക. ഇങ്ങോട്ടൊന്നും മുടി വരരുത്. എൻ്റെ ചിലപ്പോൾ വരും. ഉപദേശിക്കാൻ അല്ലെങ്കിൽ ആർക്കും പറ്റില്ല. ഇതുപോലെ ഒരു കോട്ടൺ പാഡോ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ക്ലെൻസിങ് മിൽക്കായിട്ട് കിട്ടും, പക്ഷെ നമ്മൾ ഫുൾ നാച്ചുറൽ ഹോം റെമഡിയാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഒരു പ്രോഡക്ട്സും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് നാച്ചുറൽ ഐറ്റംസ് വെച്ചിട്ട് മതി. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ഫേസിൽ ഒരു ചെറിയ ഗ്ലോ കാണും. ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ടില്ല, സെറം ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. പച്ചയായ കോലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് എനിക്കും അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഈ കാണുന്ന തിലക്കം ഞാൻ സണ്ണിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. നാച്ചുറൽ കുറച്ച് ഗ്ലോ എനിക്കുണ്ട്. അപ്പോൾ ഇത് തൈര്. അപ്പോൾ തൈര് നമുക്ക് ടിഷ്യൂവിൽ ഡാബ് ചെയ്യാം. നല്ല തണുത്ത തൈരാണ്. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേക്ക് ഒന്ന് ചെയ്ത് നോക്ക്, നല്ല സുഖമുണ്ടാവും. വാവ്. ഓക്കെ, ഇങ്ങനെ ഫേസ് മൊത്തം ക്ലെൻസ് ചെയ്യാം തൈര് ഉപയോഗിച്ച്. പാലാണെങ്കിലും കുഴപ്പമില്ല, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഇസ് ഫൈൻ. എന്നും പറഞ്ഞാൽ ചീസും പനീറും ഒന്നും എടുത്ത് തേക്കരുത്. എന്തിനാണ് ഞാൻ അത്ര ചളി പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ചിലപ്പോൾ ചെയ്യും. എൻ്റെ അടുത്ത് നീയല്ലേ പറഞ്ഞ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഓക്കെയാന്ന്. ഞാൻ ഉദ്ദേശിച്ച തൈര്, പാല്, വേറെന്താ മിൽക്ക് പ്രോഡക്ട്സ്, മോരൊന്നും എടുത്ത് തേക്കരുത്. എന്നാൽ തൈരും പാലും ഓക്കെ. ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ അടിയിൽ കമൻറ്റ് വരും, നീയല്ലേ പറഞ്ഞ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് കോട്ടൺ പാഡ് തന്നെ വെച്ചിട്ട് തുടച്ചെടുക്കാം. വെള്ളം ഇട്ട് കഴുകണ്ട, ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. ഇങ്ങനെ തുടച്ചെടുക്കാം. എന്തായാലും കെമിക്കൽസ്
നമ്മുടെ മുഖത്ത് പരീക്ഷിക്കുന്നതിനേക്കാളും നമുക്ക് ധൈര്യത്തിൽ ഈ സ്റ്റെപ്സ് എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നതാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ഇസ് ഡൺ. ഓക്കെ, വളരെ ഭയങ്കര വലിയ മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ബിക്കോസ് തുടക്കമാണ് ഇത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാ ദിവസവും ചെയ്യണം. പക്ഷേ ഐ എക്സ്പെക്റ്റ് ഒരു ചെറിയ വ്യത്യാസമെങ്കിലും എൻ്റെ ഫേസിന് ഈ സ്റ്റെപ്പല്ല എല്ലാം കഴിയുമ്പോൾ. ഓക്കെ, ഫിംഗേഴ്സ് ക്രോസ്ഡ്. നമുക്ക് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിങ്. നിങ്ങൾക്ക് സ്ക്രബിംഗ് എന്നോ എക്സ്ഫോളിയേഷൻ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വൈപ്പ് ഒന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെയാണ് ഇതിനെ നമ്മൾ നാമാവിശേഷം ചെയ്യുന്നത്. ഓക്കെ, ഇത് കോഫി പൗഡറും ഹണി. ഓക്കെ, സ്ക്രബിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ ഹണി അല്ലെങ്കിൽ കോഫി പൗഡർ ഷുഗർ ഒക്കെ ഓക്കെയാണ്. നമുക്കിങ്ങനെ ഒരച്ചെടുക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിനൊക്കെ എന്താ റീപ്ലേസ്മെൻറ്റ് പ്രോഡക്റ്റ്സ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാനൊക്കെ കിട്ടും, കിട്ടായികയൊന്നും ഇല്ല. പക്ഷേ എല്ലാം കെമിക്കൽസ് ആണ്. ഞാൻ കെമിക്കൽസ് പ്രൊമോട്ട് ചെയ്യാറില്ല, അങ്ങനെയല്ല. ഈ വീഡിയോയിൽ ഞാൻ കെമിക്കൽസ് പ്രൊമോട്ട് ചെയ്യില്ല. ഒരു ഫേസ് മാസ്ക് ഇടാൻ പ്ലാൻ ഉണ്ട്, അങ്ങനല്ല. നമ്മൾ ചെയ്യുന്ന 2-3 സ്റ്റെപ്പുകളിൽ ഞാൻ കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ കോഫി ആൻഡ് ഹണി. അമ്മേ കട്ട പിടിച്ച ഇല്ല. ഓക്കെ, കോഫി പൗഡർ ആൻഡ് ഹണി നല്ലോണം മിക്സ് ചെയ്യുക. കയ്യിലെടുക്കുക, സ്ക്രബ് ചെയ്യുക, നല്ലോണം സ്ക്രബ് ചെയ്യുക. നമ്മൾ സ്ക്രബ് ആവണില്ലല്ലോ. ഞാൻ കുറച്ച് ഷുഗർ കൂടെ ഇട്ടിട്ട് വരാം. ഷുഗർ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു അലുവ പരിവാവുന്നേ. ഇപ്പം നല്ല സ്ക്രബിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു പാത്രം ഇങ്ങനെ അടിയിൽ പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ താഴെ ഫുൾ വീഴും, ഉറുമ്പ് കയറും. പിന്നെ എന്നെ പറയരുത്, യൂട്യൂബിലെ ചേച്ചി ചെയ്യുന്ന കണ്ട് ഇത് ചെയ്തിട്ട് അമ്മമാരൊന്നും വന്ന് എന്നെ ചീത്ത പറയരുത്. അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീർത്തതിന് ബട്ടിയാ. അമ്മമാര് വന്ന് ചീത്ത പറഞ്ഞാൽ അമ്മമാർക്കും ചെയ്തു കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ തലയൊക്കെ കുളിക്കാൻ നിൽക്കണ ദിവസം ഇത് ചെയ്താൽ മതിട്ടോ, കാരണം മുടിയിലൊക്കെ ആവും ഈ പറഞ്ഞ പോലെ. പിന്നെ ഇതൊക്കെ കഴുകാൻ നടക്കണം, പിന്നെ ഇതൊക്കെ എൻ്റെ തലമേലാവും, അല്ലെങ്കിൽ എല്ലാം എൻ്റെ തലമേലാണ്. ഇപ്പം ഇത് കഥയും പറഞ്ഞ് നിൽക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ മസാജ് ചെയ്യണം. അതായത് ഞാൻ വീഡിയോയിൽ കാണിക്കുമല്ലോ, അപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങളും മസാജ് ചെയ്യുക. ഓക്കെ, വർത്താനം പറഞ്ഞ് നിൽക്കാനല്ലല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഈ ഡ്രൈ സ്കിന്നുള്ളവർ ഓയിലി സ്കിന്നുള്ളവർക്ക് ഹണി യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. കാരണം നിങ്ങളെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഹണി അധികം യൂസ് ചെയ്യണ്ട. സ്കിന്നിനെ ഡ്രൈ ആക്കാൻ ഉപയോഗിക്കുന്ന എലമെൻ്റ് ആണത്. എൻ്റെ ഈ ഏരിയ കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഓയിൽ പ്രൊഡ്യൂസിങ് ഏരിയാസ് ആണ്. മൂക്കിലൊക്കെ ചെയ്തോ, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ പോന്നോളൂ. എല്ലാം നിലത്ത് വീണു. എനിക്കൊരു പൂച്ചക്കുട്ടനുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അവനെ ഞാൻ ഒരു ദിവസം കാണിക്കാം, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അവൻ ഇതൊക്കെ എടുത്ത് തിന്നും. ഉറങ്ങുവാണ്. അവൻ എണീക്കണതിന് മുന്നേ എനിക്കിതെല്ലാം ക്ലിയർ ചെയ്യണം. മുഖം കഴുകി ഫേസ് വാഷ് ഇട്ട് അങ്ങനെയൊന്നും കഴുകണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ സാധാ വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി എടുത്താൽ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കും, സ്റ്റെപ്പ് കഴിഞ്ഞില്ല. പക്ഷെ എന്നാലും ചെറിയൊരു ഡിഫറൻസ്, നേരത്തേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? എന്തോ ഒരു ലെറ്റ് മീ ചെക്ക് ഇൻ സൺ. ഒരു തെളിച്ചം വന്ന് എൻ്റെ മുഖത്ത്. അപ്പം ഇത്ര ഇരുണ്ടിട്ടായിരുന്നു ഇരുളനേന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയല്ല. ഓ വാവ്, ദിസ് ലുക്സ് ഗുഡ്. അപ്പം നമ്മൾ പറയും സണ്ണല്ലേ, സണ്ണാണ്. സണ്ണങ്ങോട്ട് വരട്ടെ. ഓക്കെ, കൊള്ളാം, ഒരു തെളിച്ചം വന്നു. അത് സൂര്യപ്രകാശ.
സൂര്യപ്രകാശം ഇല്ലെങ്കിലും ഒരു തെളിച്ചം വന്നു, അത് നിങ്ങൾ അംഗീകരിക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഓഫ് സ്കിൻ കെയർ, അതായത് ഈ ഹോം ഫേസ് പാക്ക് ആ പരിപാടിയുടെ ലാസ്റ്റ് സെറ്റ് സ്റ്റെപ്പാണ്. അല്ലാണ്ട് നമ്മളെ പരിപാടിയുടെ തേർഡ് സ്റ്റെപ്പാണ്. അതായത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇതൊക്കെ ഇടാനുണ്ട്, ഷീറ്റ് മാസ്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് പാക്ക് എടുക്കാം. ദിസ് ഇസ് എ വൈറൽ ഫേസ് പാക്ക്. ഇത് വൈറലാവും, നിങ്ങൾ നോക്കിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ പട്ടിക കിട്ടോ. കാരണം ദിസ് ഫേസ് പാക്ക് ഇസ് മാജിക്കൽ. ഞാൻ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണം ദിസ് ഫേസ് പാക്ക് ഇസ് മാജിക്കൽ. ഇതിൻ്റെ മിക്സ് ഞാൻ പറഞ്ഞുതരാം, ഞാനിത് തേച്ചുകൊണ്ട് ഇതിൻ്റെ മിക്സ് പറഞ്ഞുതരാം. ഓക്കെ, ഇതാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് പറയേണ്ട എന്തിനാണ് ഞാൻ തേച്ചതെന്ന്. സംഭവം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിന് ലാൻഡ്സ്കേപ്പും ഇൻസ്റ്റഗ്രാമിന് പോർട്രേറ്റുമാണ്. എൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാടേ. അപ്പോൾ ഇത് 2 പ്രാവശ്യം എടുക്കണം, മനസ്സിലായോ? നിങ്ങളെ കുറച്ച് കാണിച്ചിട്ടാണ് അവരെയും കുറച്ച് കാണിക്കാൻ. അപ്പോൾ ഈ മിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട്, ഇത് വൻ മിക്സ് ആട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കണ പോലത്തെ മിക്സൊന്നുമല്ല. ഇത് നിങ്ങൾ എത്ര വലിയ കൂടിയ ഫേസ് പാക്ക്, ഐ മീൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ച ഫേസ് പാക്ക് ഇട്ടാൽ ഇതിൻ്റെ അത്രയും വരും എന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ദിസ് ഇസ് സച്ച് എ നൈസ് ഫേസ് പാക്ക്. നിങ്ങളുടെ മനസ്സിലെന്താ അറിയുന്ന കഥയും പറഞ്ഞിക്കാണ്ട് പറയാം, എന്നാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നല്ലേ. ഓക്കെ, ടേക്ക് സം ടേമറിക് പൗഡർ, കുറച്ച് ജാഡ്. ഓക്കെ, ടേക്ക് സം ടേമറിക് പൗഡർ, വേണ്ട, മഞ്ഞൾപ്പൊടി എടുക്കാം. മഞ്ഞൾ കുറച്ച് പേരൊക്കെ പറയും മഞ്ഞളിട്ടാൽ മുഖം മഞ്ഞച്ചിരിക്കും എന്നൊക്കെ. അത് നിങ്ങൾ മഞ്ഞൾ മാത്രം ഇട്ടാൽ മുഖം മഞ്ഞച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, പാനിലിട്ടിട്ട് ചൂടാക്കുക, റോസ്റ്റ് ചെയ്യുക. അത് അപ്പോൾ മഞ്ഞ കളർ മാറി ഒരു ബ്രൗൺ കളറാവും. എന്നിട്ട് അതിൻ്റെ ചൂടാറുമ്പോൾ, ചൂട് ഭയങ്കരമായിട്ട് ആറാൻ നിൽക്കണ്ട, ബട്ട് ചൂടാറുമ്പോൾ ലാസ്റ്റ് ഉടയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിലേക്ക് അരിപ്പൊടി, അതിൻ്റെ പേരെന്താ, കടലമാവ്, തൈരിന് പകരം നിങ്ങൾക്ക് പാല് ചേർക്കാം. എനിക്ക് പാലില്ലാത്ത എല്ലാത്തിനും ഞാൻ തൈരാണ് സപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൈര്, കോഫി പൗഡർ, ഹണി, ഓക്കെ. എന്തൊക്കെയാ? അരിപ്പൊടി, കടലമാവ്, മഞ്ഞൾപ്പൊടി റോസ്റ്റ് ചെയ്തത്, തേൻ, തൈര്, ഇത്രേ ഉള്ളൂ. കോഫി പൗഡറും കൂടെ ഇടാം കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇടുന്ന ഒരു അടിപൊളി. ഇത് കുറച്ചുണ്ടാക്കി നിങ്ങൾക്ക് ഇതുണ്ടോ, ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. കയ്യിലും കാലിലൊക്കെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇടുക, ഫേസിലും അപ്ലൈ ചെയ്യുക. ഒരു 1 വീക്ക്, ഞാൻ പറയണത് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് മാരക റിസൾട്ട് അങ്ങനെയൊന്നും കിട്ടുന്നല്ല. പക്ഷെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ടാനിൽ ചേഞ്ച് അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ സ്കിന്നിനൊന്നും വലിയ ടാൻ വരാത്ത ആളാണ്. എനിക്ക് അങ്ങനെ പെട്ടെന്ന് വലിയ ടാൻ വരില്ല. ചിലരുടെ സ്കിൻ അങ്ങനെ ഉണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ സണ്ണെന്ന് എഴുതി കാണിച്ച ടാൻ അടിക്കുന്ന സ്കിന്നാണ്. അപ്പോൾ പുള്ളിക്കൊക്കെ ഇതൊരു ഡെയിലി ബേസിസിൽ ചെയ്യേണ്ടി വരും. കാരണം അവനൊക്കെ അത്യാവശ്യം നല്ല ടാൻ അടിച്ചു ഓൾറെഡി. എനിക്ക് പിന്നെ ടച്ച്ഡ് അങ്ങനെ മാഷാല്ലാ പെട്ടെന്ന് ടാൻ അടിക്കണ സ്കിന്നല്ല. എന്നിട്ട് വരെ ഈ ചൂടും വെയിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്രയും ടാൻ അടിച്ചു ഓൾറെഡി, മനസ്സിലായോ? അപ്പോൾ എനിക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡിഫറൻസ് അറിയാൻ പറ്റും. എൻ്റെ ഒറിജിനൽ ടോണിലേക്ക് പെട്ടെന്ന് മാറും. കണ്ണിൻ്റെ അടിയൊക്കെ ചെയ്തോ? കണ്ണിൻ്റെ അടി ഞാൻ ഡാർക്ക് സർക്കിൾസ് വന്നതിന് ടാനാന്നും പറഞ്ഞ് സമാധാനിച്ചിരിക്കുന്നത്. കുറച്ച് പോണെങ്കിൽ പൊക്കോട്ടെ. ഇനി ഇത് തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് കഴുത്തിൽ അപ്ലൈ. മുടിയൊക്കെ മൊത്തം എന്തായാലും എനിക്ക് കുളിക്കാനുണ്ട്. ഇന്നിപ്പോൾ ഞാൻ തല കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ ആക്ച്വലി തല കുളിച്ചു, പക്ഷെ ഇന്നെൻ്റെ മനസ്സ് പറയണോ കുളിക്കാമെന്ന്. ഞാനിത് ഇത് ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ഇതെന്താ നിങ്ങൾ വിചാരിക്കേണ്ടത്, കോഫീൻ്റെ ഒരു പോർഷൻ കട്ട കിട്ടിയതാണ്. ഒരു അൽക്കുലിത്താണ്.
ക്യാമറയൊക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഇട്ട് തരണ എന്നെ നിങ്ങൾ പൂവിട്ട് പൂജിക്കണം. അതൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, കഴുത്തും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതെന്തായാലും കയ്യിലും കാലിലൊക്കെ ഞാനിടും. നിങ്ങൾക്കിത് എടുത്ത് വയ്ക്കാം. എന്നെ കാണാൻ ഇപ്പോൾ അനന്തഭദ്രത്തിലെ മറ്റേ ഇവനെ പോലെ ഉണ്ടോ? തിരുനുരയും ആരാ ഇങ്ങനെ ഈ കോലത്തിൽ എൻ്റെ ഷിട്ടൂടെ മുമ്പിൽ ഷിട്ടു ഇസ് മൈ പൂച്ച. ഓക്കെ, ഷിട്ടൂടെ മുമ്പിൽ പോയി നിൽക്കണം. അവനിങ്ങനെ ആരാ ഇത്, ആരാ എൻ്റെ ചുണ്ടൊന്നും ഇങ്ങനെ. ഓക്കെ, എന്നാൽ പോട്ടെ, ഇത് ഓണ. ഓക്കെ, വെയിറ്റ് ഫോർ 10 minutes, 10 minutes വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് തുടച്ചിടാം. ഓക്കെ, ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ഓഡിയോസ് ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തത് കിട്ടിയിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തുടച്ച് നോക്കിയപ്പോഴാണ് ഗൈസ് ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിചാരിക്കാത്ത ലെവലിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ കുറേ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. കുറേ അങ്ങോട്ട് ഞാൻ എന്തെല്ലോ കഥകൾ പറഞ്ഞു. എന്താണ് കഥകളുടെ ബാക്കിലെന്ന് എനിക്ക് അറിയില്ല. കാരണം മൈക്ക് ഓഫായിപ്പോയി, ചാർജ് ഇല്ലാഞ്ഞിട്ട്. ആൻഡ് ഡിഫറൻസിനെ കുറിച്ചാണ് ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടി. ഓഫ് കോഴ്സ് ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ച പ്രൊഡക്റ്റാണ്. എന്നിട്ട് ഞാൻ മൊത്തം ഒന്ന് തേച്ചൊരുങ്ങി കഴുകിയിട്ട് വന്നപ്പോൾ ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ ഒരു കോലം. സീ ദ ഡിഫറൻസ്. ഫസ്റ്റത്തെ എൻ്റെ ഒരു കോലം, ഇപ്പോഴത്തെ എൻ്റെ ഒരു കോലം. എൻ്റെ മുഖം ഒന്ന് ബ്രൈറ്റായി. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യണമെന്ന് പറയാൻ കാരണം എൻ്റെ ഇപ്പോൾ ഡ്രസ്സിൽ കണ്ടോ മഞ്ഞച്ചിരിക്കുന്ന അതുപോലെ ആകും. അപ്പം മുടിയിലും അവിടെ ഇവിടെയൊക്കെ ആകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് കുളിക്കുന്നതിന് മുന്നേ ചെയ്യാൻ പറഞ്ഞത്. ഭയങ്കര ഒരു വൃത്തിയായി ഫേസ് എന്നാണ് ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ലുക്ക് ദ പ്ലംപിനെസ് ആൻഡ് ഒരു നാച്ചുറൽ ഒരു ഗ്ലോ ഒക്കെ, ഇന്നർ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് ഞാൻ വളരെയധികം വാത്തോരാണ്ട് വർണ്ണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പടച്ചോന് മാത്രം അറിയാം. അതിനുശേഷം ഞാനൊരു ഷീറ്റ് മാസ്ക് ട്രൈ ചെയ്തു. ലാക്മേൻ്റെ ബ്ലഷിൻ്റെ എന്തോ ഒരു സ്ട്രോബെറി ഇതിൽ വരുന്ന ഷീറ്റ് മാസ്ക് ഞാൻ ട്രൈ ചെയ്തു. എന്നിട്ട് അതും കൂടിയാണ് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തത്. അതും കൂടെ ചെയ്തപ്പോൾ എൻ്റെ സ്റ്റെപ്പ് ഏകദേശം എല്ലാം പൂർത്തിയായി. ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കുറേ നേരം എൻ്റെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, ഇന്നെന്താ പറയുക, ഇതൊക്കെ ഞാൻ കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ വീണ്ടും പുറത്തെടുത്തു. എൻ്റെ പൂച്ച അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തും കളിക്കുന്നുണ്ട്. ഞാൻ വർത്തമാനം പറയണത്. ഇതിനെന്തോ ഒന്ന് പറയുമായിരുന്നു, എൻ്റെ പേരും ഞാൻ മറന്നു. മറ്റേ ജെയ്ഡ് റോളർ, അതിന് ആ സാധനം ഉപയോഗിച്ച് ഞാൻ മസാജ് ചെയ്യുന്നു. ഈ സാധനമൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയണം. കാരണം ഉണ്ടെങ്കിലും ഞാനതൊന്നും പൊതുവെ ഉപയോഗിക്കൽ ഉണ്ടായില്ല. ഇപ്പം ഞാൻ ഉപയോഗിച്ചു. ആ ഷീറ്റ് മാസ്കും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് ഞാൻ വീണ്ടും വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷീറ്റ് മാസ്കും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നിന് ഭയങ്കര ചേഞ്ച് വന്നു. ശരിക്കും ആ ഒരു ഗ്ലോ വന്നു. ശരിക്കും ഭയങ്കര ഹെൽത്തി സ്കിന്നായിട്ട് തോന്നി. പിന്നെ നമ്മൾ പുറമേ മാത്രമല്ല ഉള്ളിലും ഹൈഡ്രേറ്റ് ചെയ്യണം. നല്ലോണം വെള്ളമൊക്കെ കുടിച്ചാൽ സ്കിന്ന് ഇങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വളരെയധികം ക്ലാസ്സൊക്കെ ഞാൻ എടുത്തു. അതെന്തിനാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, കാരണം ഇത് റെക്കോർഡായില്ല. അപ്പം നിങ്ങളും എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യോ, ഇൻബോക്സ് ചെയ്യോ, എന്തെങ്കിലും ചെയ്യുക. ആൻഡ് ഐ വോണ്ട് ടു നോ യുവർ ഫീഡ്ബാക്ക് ഓൾസോ. എൻ്റെ സ്കിന്നിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ യാ, വിൽ സീ. ബൈ.